Blockade engaged! So drastic top fire, hold on. Done hit, Salbeck. Salve my press. നിങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലായാലും മൊസാദ് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാവാം. ഏതു കോട്ടയ്ക്കുള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചാലും നിങ്ങൾ ഇസ്രയേലിന്റെ ശത്രുവാണെങ്കിൽ നിങ്ങളെ കണ്ടെത്തിയിരിക്കും. ലോകത്തിലെ ഏറ്റവും നിഗൂഢവും അപകടകാരിയുമായ ചാരസംഘടനയായ മൊസാദിന്റെ അലിഖിത നിയമമാണിത്. ഹോളിവുഡ് സിനിമകളെപ്പോലും വെല്ലുന്ന ഓപ്പറേഷനുകൾ, അത്യാധുനിക സാങ്കേതിക വിദ്യ, മരണം വിതയ്ക്കുന്ന ചാരന്മാർ, ഇതൊക്കെയാണ് മൊസാദിനെ ലോകത്തിലെ മറ്റ് ചാരസംഘടനകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാക്കുന്നത്. അമേരിക്കയുടെ CIA-ക്കും ബ്രിട്ടന്റെ MI6-നും ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും മൊസാദ് നിഷ്പ്രയാസം ചെയ്തു തീർക്കുന്നു. വെറും ഒരു ചാരസംഘടന എന്നതിലുപരി ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ കാവൽക്കാരാണ് ഇവർ. മൊസാദിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന 3 ഓപ്പറേഷനുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 1949 മൊസാദ് രൂപീകൃതമാകുന്നത്. ചുറ്റും ശത്രു രാജ്യങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഇസ്രയേലിന് നിലനിൽക്കണമെങ്കിൽ അയൽ രാജ്യങ്ങളുടെ ഓരോ നീക്കവും മുൻകൂട്ടി അറിയണമായിരുന്നു. ബുദ്ധിപരമായ ആലോചനയില്ലാതെ രാജ്യം തകരുമെന്ന ബൈബിൾ വചനമാണ് ഇവരുടെ ആപ്തവാക്യം. ലോകത്തിന്റെ ഏതു ഭാഗത്തും ഇസ്രയേലിന് ഭീഷണിയുണ്ടെന്ന് തോന്നിയാൽ അവിടെ മൊസാദിന്റെ ചാരന്മാർ എത്തും. അവരുടെ പ്രവർത്തന രീതികൾ അത്രമേൽ രഹസ്യമാണ്. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അറിയാതെയാണ് പല മൊസാദ് ഏജന്റുമാരും വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ഓപ്പറേഷൻ നോക്കാം. അഡോൾഫ് ഐക്മാനെ പിടികൂടിയ ആ സാഹസികതയിലേക്ക് കടക്കാം. വർഷം 1960. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊലപ്പെടുത്തിയ നാസി കുറ്റവാളിയായിരുന്നു അഡോൾഫ് ഐക്മാൻ. യുദ്ധത്തിനു ശേഷം അദ്ദേഹം അർജന്റീനയിലേക്ക് കടന്നു കളഞ്ഞു. പേരും വേഷവും മാറി റിക്കാർഡോ ക്ലൈമന്റ് എന്ന പേരിൽ അവിടെ സമാധാനമായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ മൊസാദ് അദ്ദേഹത്തെ വിടാൻ ഒരുക്കമായിരുന്നില്ല. വർഷങ്ങളോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ ബ്യൂണസ് ഐറിസിലെ ഒരു തെരുവിൽ വെച്ച് മൊസാദ് ഏജന്റുമാർ ഐക്മാനെ തട്ടിക്കൊണ്ടുപോയി. ഒരു വിദേശ രാജ്യത്ത് വെച്ച് പരസ്യമായി പിടികൂടിയാൽ അത് വലിയ നയതന്ത്ര പ്രശ്നമുണ്ടാക്കും എന്നതുകൊണ്ട് അവർ ഒരു ബുദ്ധി കൂടി പ്രയോഗിച്ചു. ഐക്മാനെ മയക്കുമരുന്ന് നൽകി മയക്കിയ ശേഷം ഇസ്രയേൽ വിമാന കമ്പനിയിലെ ജീവനക്കാരനായി വേഷം കെട്ടിച്ച് വിമാനത്തിൽ കയറ്റി ഇസ്രയേലിൽ എത്തിച്ചു. ലോകത്തെ ഞെട്ടിച്ച ഈ ഓപ്പറേഷനൊടുവിൽ ഐക്മാനെ ഇസ്രയേലിൽ വിചാരണ ചെയ്യുകയും തൂക്കിലേറ്റുകയും ചെയ്തു. നീതി നടപ്പാക്കാൻ മൊസാദ് ലോകം മുഴുവൻ അരിച്ചുപെറുക്കുമെന്നതിന്റെ ആദ്യ തെളിവായിരുന്നു ഇത്. രണ്ടാമത്തെ ഓപ്പറേഷൻ ദൈവത്തിന്റെ കോപം അഥവാ വ്രത്ത് ഓഫ് ഗോഡ് 1972. മൊസാദിന്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും എന്നാൽ കൃത്യവുമായ പ്രതികാരമായിരുന്നു ഇത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിനിടയിൽ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന പലസ്തീൻ ഭീകര സംഘടന 11 ഇസ്രയേൽ കായിക താരങ്ങളെ വെടിവെച്ചു കൊന്നു. ലോകത്തെ മുഴുവൻ കരയിപ്പിച്ച ഈ സംഭവത്തിന് പകരം വീട്ടാൻ അന്നത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ഗോർഡ മേയർ മൊസാദിനോട് ഉത്തരവിട്ടു. ആ ഓപ്പറേഷന്റെ പേരായിരുന്നു റാത്ത് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം. ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിയെയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് മൊസാദ് വകവരുത്തി. റോം, പാരീസ്, സൈപ്രസ്, ബെയ്റൂട്ട് എന്നിവിടങ്ങളിലായി വർഷങ്ങളോളം ഈ വേട്ടയാടൽ തുടർന്നു. ചിലരെ ഫോൺ ബോംബുകൾ വഴിയും മറ്റു ചിലരെ ഉറക്കത്തിൽ വെടിവെച്ചും മൊസാദ് കൊലപ്പെടുത്തി. ഞങ്ങളുടെ ആളുകളെ തൊട്ടാൽ നിങ്ങൾ ഒരിടത്തും സുരക്ഷിതരല്ല എന്ന സന്ദേശമാണ് മൊസാദ് ഇതിലൂടെ നൽകിയത്. ഈ ഓപ്പറേഷൻ ആസ്പദമാക്കി സ്റ്റീവൻ സ്പീൽബർഗ് മ്യൂണിക് എന്ന സിനിമ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്പറേഷൻ എൻഡെബെ വിമാനത്താവളത്തിലെ മിന്നലാക്രമണമായിരുന്നു 1976. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരമായ രക്ഷാപ്രവർത്തനമായാണ് ഇത് അവർ കണക്കാക്കുന്നത്. 1976 ടെലവീവിൽ നിന്ന് പാരീസിലേക്ക് പോയ ഒരു വിമാനം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ഉഗാണ്ടയിലെ എൻഡെബെ വിമാനത്താവളത്തിൽ ഇറക്കി. ജൂതന്മാരായ യാത്രക്കാരെ മാത്രം ബന്ദികളാക്കി അവർ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തി. ഉഗാണ്ടൻ ഏകാധിപതി ഇദി അമീന്റെ പിന്തുണയും ഈ ഭീകരർക്കുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സ്വന്തം രാജ്യത്തു നിന്ന് 4000 കിലോമീറ്റർ അകലെയുള്ള ഒരു വിമാനത്താവളത്തിൽ പോയി ബന്ദികളെ മോചിപ്പിക്കുക എന്നത് അസാധ്യമായിരുന്നു. എന്നാൽ മൊസാദ് വിട്ടുകൊടുത്തില്ല. വിമാനത്താവളത്തിന്റെ ഭൂപടം അവർ രഹസ്യമായി സംഘടിപ്പിച്ചു. ഇദി അമീൻ വരുന്നത് പോലെ തോന്നിക്കാൻ അദ്ദേഹത്തിന്റെ കറുത്ത ലിമോസിൻ കാറിന് സമാനമായ കാർ തയ്യാറാക്കി ഇസ്രയേൽ കമാൻഡോകൾ വിമാനത്തിൽ ഉഗാണ്ടയിലെത്തി. മിന്നൽ വേഗത്തിൽ നടത്തിയ ആക്രമണത്തിൽ എല്ലാ ഭീകരരെയും ഉഗാണ്ടൻ പട്ടാളക്കാരെയും വധിച്ചു.
വധിച്ചു. വെറും 90 മിനിറ്റിനുള്ളിൽ 100-ലധികം ബന്ദികളെ മോചിപ്പിച്ച് അവർ ഇസ്രയേലിലേക്ക് തിരികെ പറന്നു. ലോകം ഒരുപക്ഷെ ആദരവോടെയും ഭയത്തോടെയും നോക്കി നിന്ന ഒരു നിമിഷമായിരുന്നു അത്. ആധുനിക കാലത്തെ മൊസാദ് തോക്കുകൾക്ക് പകരം കീബോർഡുകളും അത്യാധുനിക സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കാൻ സ്റ്റക്സ്നെറ്റ് എന്ന കമ്പ്യൂട്ടർ വൈറസ് ഉപയോഗിച്ചതും ഇറാന്റെ ഹൃദയഭാഗത്ത് ചെന്ന് ആണവരേഖകൾ കടത്തിയതും മൊസാദിന്റെ കരുത്ത് വിളിച്ചോതുന്നവയാണ്. ഇന്ന് ഇസ്രയേലിന് നേരെ ഉയരുന്ന സൈബർ ഭീഷണികളെയും ഡ്രോൺ ആക്രമണങ്ങളെയും മുൻകൂട്ടി തടയാൻ അവർക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മൊസാദ് വെറുമൊരു ചാരസംഘടന മാത്രമല്ല, അത് ഇസ്രയേലിന്റെ അദൃശ്യമായ ഒരു വൻമതിൽ കൂടിയാണ്. പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടാറുണ്ടെങ്കിലും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി അവർ ഏതറ്റം വരെയും പോകും. ലോകരാഷ്ട്രീയത്തിലെ പല തീരുമാനങ്ങളെയും പിന്നിൽ നിന്ന് നിയന്ത്രിക്കാൻ മൊസാദിന് കഴിയുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയാറുണ്ട്. ഒരിക്കലും ഉറങ്ങാത്ത കണ്ണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൊസാദ് ഇന്നും ലോകത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന നിഗൂഢതയായി തന്നെ തുടരുകയാണ്.